ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലൊരു സാധനം. ഗൈസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് ആമക്കാവ് പൂരത്തിനായിട്ട്. ഞാൻ വെറുതെ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ആമക്കാവ് പൂരമാണെന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഭയങ്കര രസമാണ്. ഇത് വലിയൊരു പാടത്ത് വെച്ചിട്ടാണ് പരിപാടി നടക്കാറുള്ളത്. അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. തിരക്കിൽ പെടുന്ന ഒരു അവസ്ഥ വരാറില്ല. അതേപോലെ തന്നെ ഇന്ന് ആമക്കാവ് ഉണ്ട്, അതേപോലെ തന്നെ കൊട്ടാരോ പൂരം, അങ്ങനെ 2 പൂരങ്ങളുണ്ട്. പക്ഷെ എന്തായാലും ആമക്കാവിൽ കുറേ ആനകളൊക്കെ വരുന്നുണ്ട് പറഞ്ഞാൽ നമ്മൾ നാട് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ട് ദിവസമായി, കാരണം രണ്ടിടത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിന്ന് പോയോക്കാം കേട്ടോ. ഇന്ന് വെച്ചാൽ എന്നും ഇല്ലാത്തൊരു ചെറിയ വെയിലും ഉണ്ട്. സോ എന്തായാലും നമുക്ക് നേരാണ്ട് പോയോക്കാം. ഞാനിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ വണ്ടിയിലാണ് ഉള്ളത് കേട്ടോ. സോ എന്തായാലും നമുക്ക് നേരാണ്ട് പോയോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നേരെ പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളിത് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്നു കേട്ടോ. നമ്മളിത് ആനയുടെ ബാക്കിൽ പെട്ടുപോയി. എന്തായാലും ഇതിന്ന് മുന്നേ കിടക്കട്ടെ. ഇവിടുന്ന് കുറച്ചും കൂടിയാണ് പോവാണ്ട്. ഇത് പഠിക്കുന്ന നമുക്ക് കുറച്ചുകൂടി പോയാൽ മതി കേട്ടോ. ഇവിടെ നല്ല ഗംഭീരമായിട്ടുള്ള കൊട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ നിർത്തി. ഇവിടെ വലിയ തിരക്കുണ്ടാവില്ല എന്ന് തോന്നുന്നു. നമ്മളിത് ഈ റൂട്ടിൽ ഇങ്ങനെ പതിയെ കയറി വന്നു. എന്തായാലും അവിടെ നല്ല ഗംഭീരമായിട്ട് അടിയില്ല. നമ്മളിത് അങ്ങനെ അവിടുന്ന് പോന്നു. അവിടെ ഗംഭീര കൊട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സീനിയേഴ്സ് ആണ് എന്നാണ്. എന്തായാലും അവിടെ പോയിട്ട് നോക്കി നോക്കാം. ഇവിടുന്ന് ഇനി നമുക്കൊരു 800 മീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ. നമുക്ക് മറ്റേ ആ ഒരു പാടത്ത് അമ്പലത്തിൻ്റെ ആ സൈഡിലേക്കെല്ലാം വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് ആന ഉണ്ട് കേട്ടോ. ആനയുണ്ട്, അതേപോലെ തന്നെ മറ്റേ കാള ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് നേരെ അടിച്ചല്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. കറക്റ്റ് ടൈമിങ്. നമ്മളിവിടെ എത്തുന്നതിന് മുന്നേ ഒരു കൊട്ട് കഴിഞ്ഞിട്ട് പോകാം കേട്ടോ. എന്തായാലും ഇത് അമ്പലത്തിൻ്റെ ആ സൈഡിൽ പോകണം. അപ്പോൾ നമുക്ക് അവിടുന്ന് കാണാം. നമ്മളവിടെ വണ്ടി നിർത്തി പോകും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ സ്ഥലത്തല്ല നിർത്തിക്കുന്നത്. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നത്. നമുക്ക് തിരക്കിൻ്റെ ഇടയിൽ കൂടെ പതിയെ നമുക്ക് അങ്ങോട്ട് കയറാം. ഓക്കെ, നമ്മളിതിങ്ങനെ നടന്നു പോകട്ടോ. ഇവിടുന്ന് ഇനി കുറച്ചും കൂടെ നടക്കാനുണ്ടാവുള്ളൂ. ഇവിടെ ആനകളൊക്കെ ഇവിടെ ഒരു പാടുണ്ട്, ഒരു വലിയ പാടാണ്. ആ പാടത്തേക്കാണ് ആനകളൊക്കെ കൊണ്ടുവരിക. നമ്മളിങ്ങോട്ട് 2ാമത്തെ പ്രാവശ്യം തന്നെയാണ്. ചെറിയ ഐഡിയ ഉണ്ട്, വലിയ ഓർമ്മയൊന്നും ഇല്ലെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം വന്നുകൊണ്ട് കുറച്ചൊക്കെ സ്ഥലങ്ങൾ അറിയാം. ഈ വഴിക്ക് കുറച്ചും കൂടി പോകണം. ഓക്കെ, ഇതാ നമ്മളിതാ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഈ റോഡിന് കുറച്ചേരം നടന്നാൽ മതി. ഞാൻ പറഞ്ഞ പാടത്തേക്ക് എത്തും. ഇതാണ് ഞാൻ പറഞ്ഞ പാടം കേട്ടോ. ഇവിടെ തിരക്കുണ്ടാവില്ല, നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. ഒരു ആന ഇവിടെ നിൽക്കുന്നുണ്ട്. ഏതാ പേരാ നോക്കിയിട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ,
ഗൈസ് നമ്മളിത് അവിടെ ഇരുന്നു, അവിടുന്ന് പോന്നു. ഇവിടെ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ജനങ്ങൾ ആ ഒരു സൈഡിൽ നിന്നും ആയിക്കോടെ റോഡുണ്ട്, ആയിക്കോടും വരുന്നുണ്ട്. പിന്നെ ഒരുപാട് കച്ചവടക്കാരും. ഇവിടെ ഒരു ആനപ്പന്തലുണ്ട്, 4 ആനകൾ നിർത്താൻ ഒരു ആനപ്പന്തലൊക്കെ ഉണ്ട്. അവിടെ ഇനിയിപ്പോൾ നിർത്തേണ്ടാവും അറിയില്ല, ചിലപ്പോൾ ഉച്ചക്ക് അല്ലെങ്കിൽ കുറച്ച് മുന്നേ നിർത്തിയിട്ടുണ്ടാവും. സോ എന്തായാലും നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വഴി ഉണ്ടല്ലോ, ഇത് തന്നെ ഇനി ബാക്കിയുള്ള ടീമുകളൊക്കെ വരും കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഈ ടീമുകളൊക്കെ വന്നിട്ട് നേരെ ആ ഒരു അമ്പലത്തിൻ്റെ സൈഡ് കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ ഒരുപാട് ആനകളുണ്ട് കേട്ടോ. 1 2 3 4 5 6 ഉണ്ട് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ഈ റോഡിന് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി നോക്കാം. ഇത് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ആയിക്കോടെ വരുന്ന ആനകളൊക്കെ ഇവിടെ കൊണ്ട് നിർത്തുന്നത്. ഇവിടെ ഒരുപാട് ആനകളുണ്ട്. 1 2 3 4 5 6 7 8 എണ്ണം ടോട്ടലായിട്ടാണ്. ഇവിടെ 3 അവിടെ 4, പിന്നെ ഇവിടെ വേറൊന്നും. സ്റ്റാർ വോൾച്ചാരും ദേവൻസും ഇവിടെ ആനും കൂടി നിരത്തിയുണ്ട്. ഇവിടെ മറ്റേ പരിപാടി നടക്കുന്ന സ്ഥലമില്ലേ, നമ്മുടെ
നമ്മളിത് ഇവിടുന്ന് പോവാട്ടോ. നമ്മൾ ഒന്നുകൊണ്ടല്ല പോകുന്നത്, നമ്മളെന്ന് പറയുന്നത് അതല്ല, ഞാൻ ഒന്നുകൊണ്ടല്ല പോകുന്നത്, കാരണം നോമ്പുള്ള കാരണം പെരേക്ക് നേരത്തെ എത്തണം. അപ്പോൾ അതുകൊണ്ടാണ് ഇറങ്ങുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നതിന് 3 മണി സമയത്ത് ഞാൻ ഇവിടെ എത്തിക്കണം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കണ്ട് പോവാം. പോണ വഴിക്ക് ഒരുപാട് ടീമുകൾ ആ സൈഡിൽ നിന്ന് വരുന്നുണ്ടാവും. ആ ടീമുകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് പോവാം. ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ സീനിയേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് ഇങ്ങനെ ഓരോന്ന് കണ്ടു പോവാം കേട്ടോ. കാരണം ഇപ്പം ഇറങ്ങിയാലേക്ക് വീട്ടിലേക്ക് ബാങ്ക് കൊടുക്കുന്ന ടൈം ആകുമ്പോഴത്തേ എത്തുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഭയങ്കര ടയേർഡുമാണ്. ബിക്കോസ് എന്തായാലും മനസ്സിലല്ല. നമ്മളിത് അവിടുന്ന് അങ്ങനെ പോവാട്ടോ. പോണ വഴിക്ക് ഒരുപാട് ആനകൾ വരുന്നുണ്ട്. ഇതിന് മുന്നേ പോയ ആനക്ക് അടിപൊളിയാണ്. എന്താ വേറെ ഇതൊന്നും വരുന്നു. അതിന് ബാക്കിൽ എന്താ ഒരു കാളയുടെ ഇത് വരുന്നുണ്ട്.
ബൈ.